സർ, പന്തളത്ത് ശബരിമല സംരക്ഷണ സംഗമം നടക്കുകയാണ്. ഈ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പയിൽ കഴിഞ്ഞ ദിവസം അയ്യപ്പ സംഗമം നടത്തി. അതിന് ബദലായി ഹിന്ദു സംഘടനകൾ ചേർന്നാണ് പന്തളത്ത് ഈ സംഗമം സംഘടിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് സാർ ആ സംഗമത്തിന്റെ വിശേഷങ്ങൾ? വലിയ പങ്കാളിത്തം ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. എന്താണ് പന്തളത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, എനിക്ക് ഇപ്പം ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ എണ്ണം കൂടുന്നതിൽ സന്തോഷമേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഭക്തരുടെ എണ്ണം വളരെ കൂടി. ഇപ്പൊ പമ്പയിൽ അയ്യപ്പ സംഗമം, പന്തളത്ത് അയ്യപ്പ സംഗമം. പമ്പയിൽ നടന്നത് ഔദ്യോഗിക സർക്കാർ ദേവസ്വം ബോർഡിന്റെ ദേവസ്വം ബോർഡ് മുൻകൈയെടുത്ത് സർക്കാർ അതിനകത്ത് മറ്റു കാര്യങ്ങൾ എല്ലാം കൊടുക്കുകയും സർക്കാർ മിഷനറി മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ഔദ്യോഗികമായിട്ടുള്ള ഇവിടെ വരുന്നത് 500 ജില്ലാനും വരെ പങ്കെടുക്കുന്നുള്ളൂ. ചിലപ്പോൾ അവരുടെ ഭക്തി വളരെ കൂടുതലായിരിക്കും. ഇവിടെ 5000 പേരുടെ ഭക്തിയേക്കാൾ അല്ലേ ചിലപ്പോൾ പറയാൻ കഴിയില്ല. അയ്യപ്പന് ചിലപ്പോൾ കാരണം ആ പമ്പാ സംഗമത്തിന് അയ്യപ്പ കോപം ഉണ്ടാകുമെന്ന് പറഞ്ഞു കേൾക്കുന്നു. അങ്ങനെയെങ്കിൽ ആ അയ്യപ്പ കോപത്തെയും കവച്ചു വെച്ച് ഒരു ഭക്തി പുരസരം അവിടെ വന്നെങ്കിൽ അതിന് നമ്മൾ ഒന്നും പറയാൻ സാധിക്കില്ല. മിക്കവാറും അടുത്ത തവണ ഹരിവരാസനം പുരസ്കാരം പിണറായി വിജയന് കൊടുക്കുമെന്നായിരിക്കും തോന്നുന്നത്. ഈ പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമം പൂങ്കാവനത്തിനകത്ത് വെച്ച് നടന്നതാണ്, പമ്പാ നദിയുടെ തീരത്ത്. അതെ, അയ്യപ്പനെ കിട്ടിയ പമ്പയുടെ തീരത്ത് വെച്ച്. പിന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പന്തളത്ത് നടക്കുന്നത്, അത് പന്തളത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ശബരിമലയ്ക്ക് എത്ര പ്രാധാന്യം, അത്രയും തന്നെ പ്രാധാന്യം പന്തളത്തിനുണ്ട്. കാരണം പന്തള മന്നന്റെ പുത്രനാണല്ലോ അയ്യപ്പൻ കളിച്ചു വളർന്ന നാടാണ് പന്തളം എന്ന് പറയുന്നത്. ആ പന്തളം കൊട്ടാരത്തിലാണ് തിരുവാഭരണം സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ നിന്നാണ് മകരം 1 ശബരിമലയിൽ ചാർത്തുന്ന തിരുവാഭരണം കൊണ്ടുപോകുന്നത്. അപ്പം ഇവിടെ വെച്ച് നടത്തിയത് കൊണ്ട് ആള് കിട്ടി എന്നുള്ള രീതിയിലല്ല, അവിടെ ഭക്തിയോടുകൂടി തന്നെയാണ് എത്തിയിരിക്കുന്നത്. പന്തളം വലിയ കോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം വളരെ പേര് കേട്ടതാണ്. കൊട്ടാരം വകയാണ്. അപ്പൊ എന്തായാലും ഇവരുടെ യഥാർത്ഥ സംഗമം നമുക്ക് കാണാൻ കഴിയുന്നത് പന്തളത്താണ്. മറ്റിടത്ത് പമ്പയിൽ നമ്മൾ കണ്ടത് ഒരു ഔദ്യോഗിക സംഗമം, ഔദ്യോഗിക മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു, പിന്നെ കുറെ പരിവാരങ്ങളുടെ ആശംസ. സാർ, രണ്ടും തമ്മിലൊരു വ്യത്യാസമില്ലേ? പമ്പയിലെ സംഗമം വാസ്തവത്തിൽ ആചാരലംഘനത്തിന് ശേഷമുണ്ടായ ഒരു സംഗമം, ഒരു പ്രായശ്ചിത്ത സംഗമം എന്ന് വിചാരിച്ചോളൂ. പക്ഷെ പന്തളത്ത് ആചാര സംരക്ഷണത്തിന് വേണ്ടി നടന്നൊരു സംഗമമല്ലേ? പമ്പയിൽ നടന്നത് പ്രായശ്ചിത്തമാണ്. പിണറായി വിജയൻ 1 മണിക്കൂർ പ്രസംഗിച്ചു. അതിലുടനീളം ശബരിമല അയ്യപ്പനെ വാഴ്ത്തിക്കൊണ്ട് ശബരിമല അയ്യപ്പന്റെ കരുത്തെന്താണെന്ന് മനസ്സിലായി. ശബരിമല സർവമത സാഹോദര്യത്തിന്റെ ഇരിപ്പിടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് പിണറായി വിജയൻ പറയാതെ ഉപനിഷത്തൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണല്ലോ, ചാന്തോഗ്യ ഉപനിഷത്തൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് തത്വമസി അത് നീ ആകുന്നു അല്ലെ. അത് പിണറായി വിജയൻ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. അത് നീ ആകുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രായശ്ചിത്തം ഇങ്ങനെയല്ല തീർക്കേണ്ടത്. ഇരുമുടിക്കെട്ട് നിറച്ച് 18ാം പടി ചവിട്ടിക്കണം, മല കയറി മുള്ളും കാലുക്കും എത്തൈ എന്ന് പറഞ്ഞു. ഇവിടുത്തെ അത് അങ്ങനെ ചവിട്ടിയാൽ പിന്നെ ഇവിടുത്തെ ഭക്തന്മാരൊന്നും ശബരിമലയ്ക്ക് പോകാതാകും. ഇനി പമ്പയിൽ ഈ വലിയ സംഗമമൊക്കെ നടത്തിയത് രാഷ്ട്രപതി ഭവനിൽ അറിഞ്ഞെന്ന് തോന്നുന്നു. രാഷ്ട്രപതി അടുത്ത മാസം ശബരിമല സന്ദർശിക്കുന്നു എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു, വന്നിട്ടുണ്ട്. ഉറപ്പായിട്ടില്ല. പിന്നെ സെക്യൂരിറ്റി ക്ലിയറൻസ് ഒക്കെ വേണം. മുമ്പ് വരാനിരുന്ന സമയത്താണ് പഹൽഗാമിലെ ആക്രമണം ഉണ്ടായത്. അപ്പൊ എന്തായാലും ഈ പന്തളത്ത് നടക്കുന്നത് അത് ശരിക്കും ഭക്തിപൂർവമാണ്. മറ്റേടത്ത് ഔദ്യോഗിക ഭക്തിയായിരുന്നു. സന്യാസി ശ്രേഷ്ഠന്മാരും ഭക്തരും തന്ത്രിമുഖ്യന്മാരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു ശരിക്കും പന്തളത്ത് മണികണ്ഠസ്വാമിയുടെ അനുഗ്രഹം കിട്ടിയ ഒരു സംഗമമാണ് പന്തളത്ത്. ഈ പന്തളത്ത് ശരണം വിളികളാൽ മുഖരിതമാണ് ഇപ്പോൾ. പമ്പയിൽ നടന്ന സംഗമത്തില് ശരണം വിളി ഉണ്ടായില്ല. പ്രസംഗിക്കാൻ വന്ന സാറേ, നാമം ജപിച്ചതിന് കേസെടുത്ത നാടാണ്. അതുകൊണ്ട് അവിടെ ഇനി പമ്പയിൽ ശരണം വിളിച്ചാൽ അതിനും കേസെടുത്ത് ആൾക്കാർ പേടിച്ച് അതുകൊണ്ടാ
അല്ല, അതിനകത്തൊന്നും ഒരു ശരണം വിളി ഉണ്ടായില്ലെന്നുള്ളതാണ് കേട്ടോ. സംസാരിക്കാൻ വന്ന ചിലരൊക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വാമി ശരണമയ്യപ്പ എന്ന് പറഞ്ഞു തുടങ്ങി. പിന്നെ അതുപോലെ തമിഴ്നാട്ടിൽ അവസാനിപ്പിച്ചപ്പോഴും സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞാണ്. അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവസാനിപ്പിച്ചത് എങ്ങനെയാണെന്ന് കണ്ടില്ലേ? മുഷ്ടി ചുരുട്ടിക്കൊണ്ടാണ് സ്വാമിയെ ശരണമയ്യപ്പ മുദ്രാവാക്യം വിളിക്കുക. പ്രശാന്ത് അങ്ങനെ വരേണ്ട ആളല്ല. പ്രശാന്തിന് കോൺഗ്രസിലൂടെ വന്നതാണ്. മുഷ്ടി അത്രയും ചുരുട്ടാൻ ആയിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. അത് ശീലിച്ചിട്ടില്ല. പക്ഷെ എന്തായാലും കുറച്ച് നാളത്തെ ഇവരുടെ സഹവാസത്തിലൂടെ അത് പഠിച്ചു കാണുമായിരിക്കും. പിന്നെ അപ്പൊ പന്തളത്ത് നടക്കുന്നതാണ്. അവിടെ ഒരിക്കലും പമ്പയിൽ ഇതുണ്ടായിട്ടില്ല, ശരണം വിളി ഒന്നും ഉണ്ടായിരുന്നിട്ടില്ല. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന അവരും ഒക്കെ മാത്രമാണ് തുടക്കത്തിലും അവസാനത്തിലും സ്വാമിയെ ശരണമയ്യപ്പ എന്നൊന്ന് പറഞ്ഞത്. വേദിയിലൊക്കെ അയ്യപ്പന്റെ ചിത്രമൊക്കെ വെച്ചിരുന്നു. പിന്നെ പിണറായി വിജയൻ പ്രസംഗിക്കുമ്പോൾ വേദിയില് ആ ബാക്ക് ഡ്രോപ്പില് റെഡ് കളറാണ് വന്നത്, ചുവന്ന കളറായി. പിന്നെ അത് കഴിഞ്ഞ് ആശംസാ പ്രസംഗക്കാർ വന്നപ്പോൾ അത് കാവി നിറത്തിലായി, ചുവപ്പ് നിറച്ച് കാവിയായി. അപ്പം ഇവിടെ നോക്കിക്കുക, പന്തളത്ത് നടക്കും. പന്തളത്ത് ആർക്കും പ്രത്യേക ക്ഷണക്കത്തൊന്നുമില്ല, ആർക്കും എല്ലാവരും അയ്യപ്പ ഭക്തർക്ക്. മറ്റിടത്ത് അങ്ങനെയല്ല. അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് അതിനകത്ത് കയറാൻ കഴിയുകയുള്ളൂ. പക്ഷെ പിന്നീടായി കഴിഞ്ഞപ്പം ആള് ഇല്ലാത്തതുകൊണ്ട് വഴിയെ പോയവനെയൊക്കെ പിടിച്ചിരുത്തി, അയ്യപ്പന്മാരെയൊക്കെ വിളിച്ചിരുത്തി. ആദ്യം എന്ത് ചെയ്തെന്നറിയാമോ? ദർശനത്തിന് പോകുന്നവർക്ക് ഇപ്പുറത്തെ ബാരിക്കേഡ് വെച്ചിട്ട് അവരെ ആ വഴി അവരെ അങ്ങ് വിട്ടു. സംഗമത്തിന് വന്നവർക്ക് ഇപ്പുറത്തൂടെ വേറൊരു, എന്നിട്ട് അവരാരും ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി അവിടെ എല്ലാം ബാരിക്കേഡ് വെച്ചിരുന്നു എന്നുള്ളതാണ്. കുറെ കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ ബാരിക്കേഡ് മാറ്റി. കാരണം എല്ലാരും കയറിക്കോ, ആളില്ല, ഒഴിഞ്ഞ കസേര. അതിനാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് ഉപയോഗിച്ച് നിർമ്മിച്ചാണ്, ഒരു മഹാഭാവമാണ്. ഇവർക്ക് ടെക്നോളജി വലിയ വശമൊന്നുമില്ലല്ലോ. എം വി ഗോവിന്ദൻ ഡ്രിൽ മാസ്റ്റർ മാത്രമാണ് കേട്ടോ. കാലത്തിനനുസരിച്ച് അയ്യപ്പനോട് വേണ്ട, അതെ, അയ്യപ്പനോട് വേണ്ട. അങ്ങോട്ട് യാന്നൊന്നും പറയണ്ട. ഇത് ഞാൻ കണ്ടോണ്ട് ഞാൻ കണ്ട കാര്യം. എനിക്ക് വേണമെങ്കിൽ അവിടെ മുൻനിരയില് അവിടെ എവിടെയെങ്കിലും പോയിരിക്കാമായിരുന്നു. ഞാൻ പോകാത്ത എന്തെന്നറിയാമോ? പുറകിൽ നിന്ന് കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ വീക്ഷിക്കുകയാണ്. നമ്മളിപ്പോ ഞാൻ ഒന്ന് റിപ്പോർട്ട് ചെയ്യാൻ ഒന്നും പോയതല്ലല്ലോ, കാര്യങ്ങൾ വീക്ഷിക്കുകയാണ്. അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ സർക്കാരിന്റെ തലപ്പത്തിരിക്കുന്നവരെല്ലാം ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ. പിന്നെ ആ പ്രദേശത്തുള്ള സഖാക്കന്മാരും ഉണ്ട്, പത്തനംതിട്ട ജില്ലയിലെ സഖാക്കന്മാരും ഒക്കെ ഉണ്ട്. ചെല്ലുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നിപ്പോവും പിന്നെ പാർട്ടി സമ്മേളനമാണോ, അതിൻ്റെ വേദിയിലേക്ക് കയറുന്ന പോലെ നമുക്ക് തോന്നിപ്പോവും. പക്ഷെ നമുക്ക് പന്തളത്ത് നമ്മൾ കാണുന്നത് നിറഞ്ഞു കവിഞ്ഞ, എനിക്ക് തോന്നുന്നു അവിടെ ആകാശത്ത് ചിലപ്പോൾ കൃഷ്ണപ്പരുന്ത് തന്നെ വട്ടമിട്ട് പറക്കാൻ സാധ്യതയുണ്ട്. പന്തളത്ത് അങ്ങനെയാണ്. തിരുവാഭരണം പിന്നെ ശബരിമലയിലേക്ക് പുറപ്പെടുമ്പോഴും ഒക്കെ അങ്ങനെ ഉണ്ടാകാറുണ്ട്. ശരണം വിളികളാൽ മുഖരിതം. കാരണം അയ്യപ്പന്റെ മണ്ണാണ് എന്നുള്ള നല്ല ബോധ്യമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഈ സംഗമം ഉണ്ടല്ലോ, പന്തളത്ത് നടക്കുന്ന സംഗമം വർഷത്തിലൊരിക്കൽ തീർത്ഥാടന കാലത്ത് വെക്കണം. അപ്പം മറ്റും സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്നവർക്കും പങ്കെടുക്കാം. ഒരു ശബരിമല സംരക്ഷണ സംഗമം എന്നുള്ള രീതിയിൽ അങ്ങനെ അതൊക്കെ വളർന്നൊരു അയ്യപ്പ സപ്താഹവും തന്നെ നടക്കട്ടെ. അപ്പം അത് തുടരുകയും വേണമെന്നുള്ളതാണ്. അപ്പൊ രണ്ട് സംഗമത്തിലൂടെ അയ്യപ്പന്റെ ഖ്യാതി കൂടുതൽ കൂടുതൽ ശക്തമായി പരക്കുകയാണ്. അതല്ല ഞാൻ പറഞ്ഞ ശബരിമല ശ്രീകോവിൽ എന്ന് പറയുന്നത് അതിന്റെ ഇത് എന്തിനും ഒരു വാസ്തു സംബന്ധമായ കാര്യം. ശബരിമല ശ്രീകോവിൽ അങ്ങനെ അത് കറക്റ്റാണ്. അവിടുത്തെ അളവുകളെല്ലാം കൃത്യമാണ്. പിന്നെ മാത്സിൽ അപാരകാലനല്ലേ പരശുരാമൻ നിർമ്മിച്ചതല്ലേ. 18-ാം പടിയുടെ അളവ് അത്ര വളരെ ഷാർപ്പല്ലേ. എന്തെല്ലാം പ്രശ്നങ്ങളെ അതിജീവിച്ചാണ് ശബരിമല നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കുക. എന്തായാലും പന്തളത്തെ സംഗമം ഒരു മഹാസംഗമമായി മഹാസംഭവമായി മാറി എന്നുള്ളത് അറിഞ്ഞതിൽ വളരെ സന്തോഷം.